ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ വീഡിയോ, 5ാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം ആണ്. നോക്കിക്കോളൂ. ഓൺ ദി സൈഡ്സ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ two squares are drawn. A right triangle ABC is drawn. On the sides of this right triangle, on the hypotenuse, one square is drawn, and on other side also one square is drawn. And the area of this square is 50 centimeter square, and the area of this square is 18 centimeter square. Find AB, BC, and AC. I find the length of the sides of this triangle. Also find the perimeter of triangle ABC. That is what we need to find out. അപ്പോൾ ഈ എ ബി സി എന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസിന്റെ 90 ഡിഗ്രി ആംഗിൾ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആയിട്ടുള്ള സ്ക്വയർ ആണിത്. അപ്പോൾ ലെങ്ത് ഓഫ് എ ബി എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഏരിയയുടെ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് എടുത്താൽ. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 50. കാരണം ഏരിയ ഓഫ് ദി സ്ക്വയർ 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ അറിയാമെങ്കിൽ വൺ സൈഡ് കാണാൻ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 50 ആണിത്. അത് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് ഓഫ് 50 എന്ന് പറയുന്നത് 25 × 2 ആണ് 50. 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 25 റൂട്ട് ഓഫ് 25 × റൂട്ട് ഓഫ് 2 എന്ന് വരും. റൂട്ട് ഓഫ് 25 എത്രയാ? റൂട്ട് ഓഫ് 25 എന്നുള്ള 5 ആണ്. റൂട്ട് അപ്പൊ 5√2 സെന്റിമീറ്റർ ആണ് എ ബിയുടെ നീളം. ക്ലിയർ ആയോ? വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിക്കുന്ന റൂട്ട് ഓഫ് ദി ഏരിയ ആണ്. സ്ക്വയറിന്റെ ഏരിയ എന്നാൽ വൺ സൈഡ് എന്ന് പറയുന്നത് അതിന്റെ റൂട്ടാണ്. അപ്പൊ അത് 5√2 ആണ്. അതുപോലെ ഈ സൈഡ് ബി സി, ഹൗ ടു ഫൈൻഡ് ഔട്ട് ബി സി? ബി സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സ്ക്വയർ 18 ആണ്. അപ്പൊ ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 18. 18ന്റെ റൂട്ടാണ്. 18ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 9 × 2 എന്ന് എഴുതാം. 18 ഈസ് 9 × 2. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 9 × 2 എന്ന് എഴുതി. അപ്പോൾ 9ന്റെ സ്ക്വയർ റൂട്ട് ഇൻറ്റു റൂട്ട് 2. റൂട്ട് ഓഫ് 9 × റൂട്ട് ഓഫ് 2. റൂട്ട് ഓഫ് 9 എത്രയാ? 3. അപ്പൊ 3√2 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് ബി സി എന്ന് പറയുന്നത്. ബി സിയുടെ ലെങ്ത് 3√2 സെന്റിമീറ്റർ. അപ്പൊ റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് കിട്ടിയ മൂന്നാമത്തെ സൈഡ് കാണാൻ എങ്ങനെയാ? സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പൊ എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സ്ക്വയർ ആണ്, 50 ആണ്. ബി സി സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സ്ക്വയർ അത് 18 ആണ്. അപ്പൊ റൂട്ട് ഓഫ് 15 മൈനസ് 18. കാരണം എ ബി സ്ക്വയർ എന്ന് പറയുന്നതാണ് ഏരിയ, ബി സി സ്ക്വയർ എന്ന് പറയുന്നതാണ് ഏരിയ. അപ്പൊ 50 മൈനസ് 18 അത് എന്താ അത്രയാണ്? 32. റൂട്ട് ഓഫ് 32. 32 എങ്ങനെ എഴുതാം? 16 × 2 ആണ് 32. പെർഫെക്റ്റ് സ്ക്വയർ 16 ആണ് × 2. അപ്പൊ റൂട്ട് ഓഫ് 16 × റൂട്ട് ഓഫ് 2 വരും. അത് എത്രയാണ്? 4√2. അപ്പൊ മൂന്നാമത്തെ സൈഡ് കിട്ടി എ സി ഈസ് ഈക്വൽ ടു 4√2. ക്ലിയർ ആണല്ലോ? എ സി 4√2. നൗ മൂന്ന് സൈഡ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? പെരിമീറ്റർ. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എ ബിയും ബി സി എ സിയും കൂടി ആഡ് ചെയ്യുക. എ ബിയുടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 5√2. അപ്പൊ 5√2 പ്ലസ് ബി സി എന്ന് പറയുന്നത് 3√2 പ്ലസ് 4√2. 5 + 3 8. 8 + 4 12√2 ഈസ് ദി പെരിമീറ്റർ ഓഫ് ദിസ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 12√2 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? മറ്റൊരു ചോദ്യത്തിന് പോകാം. ഫൈൻഡ് ദോസ് പെയർസ് ഹൂസ് പ്രോഡക്റ്റ് ഈസ് എ റാഷണൽ നമ്പർ. താഴെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. കുറെ പേഴ്സ് തന്നിട്ടുണ്ട്. ആ പേഴ്സ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ പ്രോഡക്റ്റ് റാഷണൽ നമ്പർ ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ റൂട്ട് ഓഫ് 3 × റൂട്ട് ഓഫ് 12. റൂട്ട് ഓഫ് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3 റൂട്ട് ഓഫ് x × റൂട്ട് ഓഫ് 5 റൂട്ട് ഓഫ് x × നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 3 × 12 എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് 3 × 12 എന്ന് പറഞ്ഞാൽ 36 ആണ് അല്ലെ? 1 3 36. അപ്പോൾ റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ഇറാഷണൽ നമ്പർ ആണ്, ഇത് റാഷണൽ നമ്പർ ആണ്. ഇതിന്റെ പ്രോഡക്റ്റ് ഇവിടെ എന്തായി? റാഷണൽ നമ്പർ ആയി. അപ്പോ എക്സ് ഇത് റാഷണൽ നമ്പർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതാണ്? √3 × റൂട്ട് ഓഫ് 1.2. അപ്പൊ ഇവിടെ ചെയ്ത പോലെ റൂട്ട് ഓഫ് 3 × 1.2 എന്ന് എഴുതാം. 3 × 1.2 എന്ന് പറഞ്ഞാൽ 12 × 3 36. അവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്, അത് കൊടുക്കുമ്പോൾ 3.6. അപ്പൊ റൂട്ട് ഓഫ് 3.6. 3.6 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ എന്താണ്? 3.6 root of 3.6 is an irrational number, not a rational number. അപ്പോൾ അത് irrational ആണ്.
p/q എന്ന രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പറാണ്. വേറെ എക്സാമ്പിൾ റൂട്ട് ഓഫ് 5 ഇൻറ്റു റൂട്ട് ഓഫ് 8. അത് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 5 ഇൻറ്റു 8. റൂട്ട് ഓഫ് 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 8 40 ആണ്. അതിൻ്റെ റൂട്ട് ഓഫ് 40. 40 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 40 ഈസ് ഇറാഷണൽ നമ്പർ. വേറെ എക്സാമ്പിൾ നോക്കിക്കോളൂ. റൂട്ട് ഓഫ് 0.5 ഇൻറ്റു റൂട്ട് ഓഫ് 8. അപ്പോൾ റൂട്ട് ഓഫ് 0.5 ഇൻറ്റു 8 എന്ന് വരും. 8 ഇൻറ്റു 5 40 ആണ്. അപ്പോൾ 4.0. റൂട്ട് ഓഫ് 4.0. അപ്പോൾ റൂട്ട് ഓഫ് 4 അതായത് 2. റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അത് എന്താണ്? റാഷണൽ. അപ്പോൾ ഇവിടെ ഇറാഷണൽ ആണ്, ഇത് ഇറാഷണൽ ആണ്, പ്രോഡക്റ്റ് റാഷണൽ ആയി. അപ്പോൾ ഇത് റാഷണൽ എന്ന് കിട്ടി. ഇനി വേറെ എക്സാമ്പിൾ റൂട്ട് ഓഫ് 7.5 ഇൻറ്റു റൂട്ട് ഓഫ് 3 1/3. അപ്പോൾ 7.5 7 ഇൻറ്റു 14 പ്ലസ് 1 15/2 എന്ന് എഴുതാം. ഇത് 10/3 എത്ര? 3 9 9 പ്ലസ് 1 10 10. അപ്പോൾ റൂട്ട് ഓഫ് 7.5 ഇൻറ്റു 3 1/3 അതായത് റൂട്ട് ഓഫ് എന്ത് വരും? 7.5 15/2 3 1/3 10/3. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 150 അല്ലേ? 50 ഇൻറ്റു 10 150 2 ഇൻറ്റു 3 6 150/6 അതായത് 25. റൂട്ട് ഓഫ് 25 എന്താണ്? 5 ആണ്. അപ്പോൾ ഇതൊരു ഇറാഷണൽ നമ്പർ, ഇത് മറ്റൊരു ഇറാഷണൽ നമ്പർ, പ്രോഡക്റ്റ് ഒരു റാഷണൽ നമ്പർ. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ ഇതാണ്. റൂട്ട് ഓഫ് 2/5 ഇൻറ്റു റൂട്ട് ഓഫ് 1/10. അപ്പോൾ റൂട്ട് ഓഫ് 2/5 ഇൻറ്റു 1/10 എന്ന് എഴുതാം അല്ലേ? റൂട്ട് ഓഫ് 2/5 ഇൻറ്റു 1/10 അതായത് 2 ഇൻറ്റു 1/5 ഇൻറ്റു 10. അപ്പോൾ റൂട്ട് ഓഫ് 2/50 എന്ന് കിട്ടും. 2 15 ക്യാൻസൽ ചെയ്യാം. 1/25. അപ്പോൾ റൂട്ട് ഓഫ് 1/25 1/25ന്റെ സ്ക്വയർ റൂട്ട് 1ന്റെ സ്ക്വയർ റൂട്ട് 1 25ന്റെ സ്ക്വയർ റൂട്ട് 5 1/5 റാഷണൽ നമ്പർ. അപ്പോൾ നോക്കിക്കേ, ഇതൊരു റാഷണൽ നമ്പർ, ഇതൊരു റാഷണൽ നമ്പർ, ഇവിടെ റാഷണൽ നമ്പർ. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് റാഷണൽ ആണ്, ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് റാഷണൽ ആണ്, ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് റാഷണൽ ആണ്, ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ഇറാഷണൽ ആണ്. ഇതും ഇറാഷണൽ, ഇതും ഇറാഷണൽ, ഇതിന്റെ പ്രോഡക്റ്റും ഇറാഷണൽ. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റും ഇറാഷണൽ, ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് റാഷണൽ. അപ്പോൾ രണ്ട് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് റാഷണലും ആകാം ഇറാഷണലും ആകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.